ഞങ്ങളുടെ ജീവിതത്തിലെ വിശേഷപ്പെട്ട ഒരു ദിവസമാണിന്ന്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി 2020 ജാനുവരി 2 ഞങ്ങളുടെ വിവാഹം. ഇന്ന് 2026 ജനുവരി 2. അതായത് ഇന്ന് ഞങ്ങൾ വിവാഹിതരായിട്ട് ഇന്നേക്ക് 6 വർഷം പൂർത്തിയായി. എന്ത് വേഗമാണ് വർഷങ്ങൾ കടന്നു പോകുന്നത്. ഒരു നീണ്ട പ്രണയത്തിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ വിവാഹിതരായത്. വിവാഹം ഉണ്ടെങ്കിൽ വീട്ടുകാരുടെ സമ്മതത്തോടെ മാത്രമെന്ന് ഞങ്ങളുടെ തീരുമാനം. ദൈവത്തിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ ഭംഗിയായി നടന്നത്. ഈ 6 വർഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടോ. പുതിയ ഒരാൾ കൂടി കടന്നു വന്നു ഞങ്ങളുടെ രാജകുമാരൻ. അത്യാവശ്യം നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ആളിങ്ങെത്തിയത്. ഡെലിവറി ഡേറ്റ് അടുപ്പിച്ച് എനിക്ക് കൊറോണ പോസിറ്റീവ് ആയതും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ആരോരുമില്ലാതെ 1 മാസം. അത് ഓർക്കാൻ വയ്യ. ആ ട്രോമ മറികടക്കാൻ ഞാൻ ഒരുപാട് സമയം എടുത്തു. അങ്ങനെ ഇങ്ങനെ ഓരോന്നും ഈ 6 വർഷത്തിനുള്ളിൽ കടന്നുപോയി. ദാ ആ ആട്ടിപ്പോ 4.5 വയസ്സായി. ആ ആളാണ് ദാ ഈ ആള്. ഞങ്ങൾക്ക് കിട്ടിയ നിധി. ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ ആദ്യം വന്നത് ശാർക്കരയമ്മയെ കാണാനാണ്. അങ്ങനെ രാവിലെ തന്നെ അവിടെ എത്തി. അങ്ങനെ ദേവിയൊക്കെ കണ്ട് ഒരു അർച്ചനയും ഒരു പായസവും ഒക്കെ കഴിപ്പിച്ച് ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി കുറച്ചു നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. വല്ലപ്പോഴൊക്കെയാണ് കേട്ടോ സാരി എടുക്കുന്നത്. ഇതെന്റെ അമ്മയുടെ സാരിയാണ്. സാരി എടുത്തിട്ട് എങ്ങനെയുണ്ട് എല്ലാവരും അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുത്തും വീഡിയോസ് എടുത്തും കുറച്ചു നേരം അവിടെയൊക്കെ ചെലവഴിച്ചു. ഇത്ര നേരം നിങ്ങൾ വീഡിയോ എടുത്തില്ലേ, ഇനി ഞാനൊരു വീഡിയോ എടുത്തു തരാം എന്ന് പറഞ്ഞ് മോനോട്ടൻ എടുത്തുന്ന വീഡിയോ ആണ് കേട്ടോ ഇതാ. പിന്നെ ഒരു ആട്ടാമ്പുഴിനെ കണ്ട് പേടിച്ച് നിൽക്കുവാണ് ആള്. വലിയ വലിയ സാധനങ്ങളൊന്നും പേടിയില്ല, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെയാണ് പേടി, എന്നെ പോലെ. അങ്ങനെ കുറേ നേരം അമ്പലത്തിൽ ചെലവഴിച്ചതിന് ശേഷം ഇതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണേ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 11 മണിയോളമായി. അപ്പം രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിക്കാനായിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയേ. അവിടെയാണെങ്കിൽ ദോശ, മസാല ദോശ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലേ. എനിക്കാണെങ്കിൽ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു ദോശയോ മസാല ദോശയോ അങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് ഇഷ്ടം. അവിടെ ആകെ ഉണ്ടായിരുന്നത് പൊറോട്ട, ഇടിയപ്പം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് നോൺ വെജ് കഴിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വെജാണ് ഓർഡർ ചെയ്തത്. പൊറോട്ടയും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. ചേട്ടനും മോനും പൊറോട്ടയും മുട്ടക്കറിയും. പിന്നെ ഇതാണ്ട കുറച്ച് മഞ്ചും മുട്ടായിസൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോയി. അവിടെ ചേച്ചിയുടെ മക്കളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടേ. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം താണ്ട എല്ലാവർക്കും അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസവും എല്ലാവർക്കും പകർത്ത് കൊടുത്തിട്ട് മുട്ടായിസും കൊടുത്തു. കഴിഞ്ഞ വർഷം വരെയും, അതായത് 5ാമത്തെ വെഡിങ് ആനിവേഴ്സറി വരെയും എല്ലാവരെയും ക്ഷണിച്ച് കേക്കൊക്കെ വാങ്ങിച്ച് മുറിച്ച് വളരെ ഗംഭീരമായിട്ടാണ് കേട്ടോ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത്. പിന്നെ ആ പ്രാവശ്യം തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയുള്ള വെഡിങ് ആനിവേഴ്സറി നമുക്ക് ഇങ്ങനെ കേക്കൊന്നും വേണ്ട, ജസ്റ്റ് പായസം വെക്കുക, അമ്പലത്തിൽ പോവുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. പിന്നെ പുറത്തോട്ട് എന്തെങ്കിലും പോവുക, അല്ലെങ്കിൽ ഫുഡ് അങ്ങനെ നേരെ ഞങ്ങൾ ആറ്റിങ്ങലിലോട്ടാണ് കേട്ടോ പോയത്. നാളെയാണ് ചേട്ടൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നത്. അങ്ങനെ അവർക്കുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങി കൂട്ടത്തിൽ നമുക്കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ. സൂപ്പർ. വേറെ എടുത്തു. ഇങ്ങോട്ട് നോക്കിയേ മോനിട്ടാ. എൻ്റെ അമ്മയ്ക്കുള്ള ഗിഫ്റ്റാണോ? ഇതാണ് അമ്മയുടെ ഗിഫ്റ്റ്. താങ്ക് യു. ഇവിടെ ഇങ്ങോട്ടൊരു സാരി കൊണ്ടില്ലേ? നേരെ വെച്ചേ. ചേട്ടാ മേലോട്ട് പൊക്കി വെച്ചേ, കണ്ണി തന്നെ വെച്ചേ, ചേർത്ത് വെക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോഴത്തേക്ക് അവിടെ അമ്മ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പപ്പ കുറച്ച് ലഡുവൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം ഞങ്ങൾക്ക് ലഡുവൊക്കെ തന്നു, മധുരം തന്നു. അങ്ങനെ പായസമൊക്കെ കുടിച്ചു, ലഡുവൊക്കെ തിന്നു.
കൊടുത്തു, എല്ലാവരും കൊടുത്തു. അങ്ങനെ ചേട്ടൻ്റെ മാമൻ്റെ വീട് അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ്. അങ്ങനെ അവിടേക്ക് പായസം ലഡുവായിട്ടൊക്കെ ഞങ്ങൾ പോയി പായസം ലഡുവൊക്കെ കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊരു 7:30 ആയപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല, എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ട് കറങ്ങണം, പിന്നെ പുറത്തു വന്നൊരു ഫുഡ് അടി, അത്രയേ ഉള്ളൂ. എങ്ങോട്ട് പോകണമെന്നുള്ള കൺഫ്യൂഷനിൽ അവസാനം എത്തിച്ചേർന്നത് ലുലു മാളിലോട്ടാണ്. ലുലുവിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫാമിലി എക്സിബിഷൻ നടക്കുന്നുണ്ട് കേട്ടോ, ഈ മത്സ്യകന്യക അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ അവിടെ കയറിയില്ല, നമ്മൾ നേരെ ലുലു മാളിലോട്ട് തന്നെ പോയി. ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വിധം എങ്ങനെയെങ്കിലും കുത്തി കയറ്റി ലുലു മാളിലെത്തി. ഏതാ മോനോട് ഓ അയ്യോ കണ്ണുണ്ട്, കണ്ണു മൂക്കുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടുന്ന് ഫുഡ് കഴിക്കാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. ഫുഡ് കിട്ടുമ്പോൾ ഇനിയും ലേറ്റാവും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണ് കേട്ടോ ഈ കുഴിമന്തി. എനിക്കത് അത്ര ഇഷ്ടമല്ല. എനിക്കതിൻ്റെ ആ ഒരു ചിക്കൻ ആ ഒരു വേവാത്ത പോലെ എനിക്ക് തോന്നും, എനിക്കിഷ്ടമല്ല. ഈ അൽഫാം മന്തി പിന്നെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ എന്തായാലും വിചാരിച്ചു അൽഫാം മന്തി കഴിക്കാമെന്ന്. പക്ഷെ അവിടെ അൽഫാം മന്തി തീർന്നു പോയി. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ഷവായി മന്തിയാണ് കേട്ടോ. പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വലിയ കുഴപ്പമില്ല, എങ്കിലും ഞാൻ ഒരുപാട് കഴിക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ആനിവേഴ്സറി വീഡിയോ. ഒരു കുഞ്ഞ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആയിരുന്നു. ഞങ്ങളുടേതായ സന്തോഷത്തിൽ ഒരു കുഞ്ഞ് ആനിവേഴ്സറി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.